ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ വീടിൻ്റെ അകത്തളത്തിലെ ചെടികളാണെന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ വേരിഗേറ്റഡ് സാൻസിവേരയാണ്. ഇത് ഡൈനിങ് ഏരിയയിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഹാളിൽ നിന്ന് സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ നമ്മുടെ ഫിലാഡൻഡ്രോൺ വെറൈറ്റിയാണ്, പച്ച കളറിലെ. ഇത് കോമൺ ആയിട്ട് കാണുന്നൊരു വെറൈറ്റി തന്നെയാണ്. പിന്നീട് വീണ്ടും സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മുടെ ഐസ്ക്രീം ടിന്നിൽ ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത ഐസ്ക്രീം ടിന്നിൽ വെച്ചിരിക്കുന്ന ഡോർ സാൻസിവേര തൈകളാണ് ഈ കാണുന്നത്. ഇത് കുറച്ച് വെയിൽ കിട്ടിയാലേ കുറച്ചുകൂടെ കരുത്തായിട്ട് വളരും, നന്നായിട്ട് വളരും. പിന്നെ വെച്ചിരിക്കുന്നത് നമ്മുടെ പോട്ടിൽ ഡിസൈൻ ചെയ്ത പോട്ടിൽ വെച്ചിരിക്കുന്ന ഡിഫൻബാച്ചിയയുടെ ഒരു പ്ലാന്റാണ്. ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത പോട്ടാണ് കേട്ടോ, കലമാണ്. പിന്നെയും കയറി വരുമ്പോൾ ഹോളിൽ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ലക്കി ബാമ്പുവിൻ്റെ വെരിഗേറ്റഡ് ലക്കി ബാമ്പുവാണ്. ലീഫൊക്കെ കുറച്ച് ഉണങ്ങി തുടങ്ങി, റീപ്ലാന്റ് ചെയ്യേണ്ട സമയമായെന്ന് തോന്നുന്നു. പിന്നെ അടുത്തത് നമ്മുടെ ടേബിളിൻ്റെ താഴെ സാൻസിവേരയുടെ വേറൊരു വെറൈറ്റിയാണ്, നാരോ ടൈപ്പ്. നമ്മൾ സാൻസിവേര തന്നെ ഒരു 5-8 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതിലൊരു വെറൈറ്റിയാണ്. വീണ്ടും നമ്മൾ സെൽഫ് ഡിസൈൻ ചെയ്ത ഒരു പോട്ടിൽ വെച്ചിരിക്കുന്നത് മറ്റൊരു വെറൈറ്റി സാൻസിവേരയാണ്. ഏതാണ്ടൊരു നീളൻ മുരിങ്ങാക്കോലിൻ്റെ ഒക്കെ പോലെ ഉള്ളൊരു സൈസിലുള്ളൊരു സാൻസിവേരയാണ് ഇത്. വീണ്ടും അടുത്ത ടേബിളിലേക്ക് പോകുമ്പോൾ കാണുന്നത് അതുപോലെ തന്നെയുള്ള വേറൊരു വെറൈറ്റിയാണ്. ഇതും ഞാൻ ഡിസൈൻ ചെയ്ത പോട്ടാണ് കേട്ടോ. കുറേ കലങ്ങളൊക്കെ കിട്ടി, അപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതും ഒരു മുരിങ്ങാക്കോലിൻ്റെ ഡിസൈനിൽ. ഇതൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ. പിന്നെ ഞാൻ പ്ലാസ്റ്റിക് പൂക്കൾ ഉണ്ടായിരുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെറുതെ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളുടെ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ മുകളിലത്തെ സിറ്റ് ഔട്ടാണ് കേട്ടോ. മുകളിൽ വരുമ്പോൾ ഡിഫൻബാച്ചിയുടെ ഒരു പ്ലാന്റാണ് ഫസ്റ്റ് ഇരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഒരു അഗ്ലോണിമ, ഒരു നാടൻ അഗ്ലോണിമ വെറൈറ്റിയാണത്. പെട്ടെന്ന് പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ മുകളിലത്തെ കാഴ്ചകളാണ് കേട്ടോ, സിറ്റ് ഔട്ടിലെ മുകളിലത്തെ സിറ്റ് ഔട്ടിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. പിന്നെ കുറച്ച് ചിരട്ടയുടെ പോട്ടിൽ കുറച്ച് ഡോർ സാൻസിവേര നട്ടിട്ടുണ്ട്, അത് ഹാങ് ചെയ്തിട്ടിരിക്കുവാണ്. വീണ്ടും നമ്മുടെ ഡിഫൻബാച്ചിയ വേറൊരു വെറൈറ്റിയാണ് വെച്ചിരിക്കുന്നത്. ഇതും കാണാൻ നല്ല ഒരു ഭംഗിയാണ്. പിന്നെ വെരിഗേറ്റഡ് തന്നെ ഇരിക്കുന്നത് ഇത്തിരി ലോങ് ടൈപ്പ് വെരിഗേറ്റഡ് വെള്ള പോട്ടിൽ വെച്ചിരിക്കുവാണ്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് വരുന്നത് ഒരു ലക്കി ബാമ്പുവിൻ്റെ തന്നെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ്. ഗ്രീൻ മാത്രമുള്ളൊരു വെറൈറ്റി, നമ്മുടെ നാടൻ വെറൈറ്റി തന്നെയാണ്. കൂടെ നമ്മുടെ നാടൻ അഗ്ലോണിമയും. ഇത്രയൊക്കെയാണ് എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കാഴ്ചകൾ കേട്ടോ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.